Next is control flow. Control flow means the order of the execution of a program. ഒരു പ്രോഗ്രാം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ആ ഓർഡർ അതിനെയാണ് എന്തെന്ന് പറയുക, കൺട്രോൾ ഫ്ലോ. കൺട്രോൾ ഫ്ലോയ്ക്ക് എക്സാമ്പിളാണ് സീക്വൻസിങ്. സീക്വൻസിങ് മീൻസ് ദർ വിൽ ബി എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം. ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആ സെയിം ഓർഡറിൽ തന്നെയായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് സെലക്ഷൻ. സെലക്ഷൻ മീൻസ് the execution is based on a condition. If some condition is true, set of statement is executed. If the condition is false, another set of statements is executed. So the execution of the statement is based on particular condition. Next is iteration. Iteration means statement is repeatedly executed for a particular time, for some number of times. അതിന് എക്സാമ്പിളാണ് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ഒക്കെ. നെക്സ്റ്റ് ഇസ് പ്രൊസീജിയറൽ അബ്സ്ട്രാക്ഷൻ. പ്രൊസീജിയറൽ അബ്സ്ട്രാക്ഷൻ മീൻസ് ഒരു സബ് റൂട്ടീൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ സബ് റൂട്ടീനകത്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ സബ് റൂട്ടീനകത്ത് നമ്മൾ എന്ത് ടാസ്ക്കാണോ എഴുതിയിരിക്കുന്നത് അതിനെല്ലാം നമ്മൾ അബ്സ്ട്രാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ പ്രൊസീജിയർ നെയിമിനകത്ത്. ഒരു പ്രൊസീജിയർ നെയിം ഉണ്ടാവും, അതിനകത്തായിരിക്കും നമ്മൾ ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അതിനെല്ലാം കൂടെ ആ സെറ്റ് ഓഫ് ടാസ്കിനെ അബ്സ്ട്രാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്രൊസീജിയർ നെയിമിലായിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് പ്രൊസീജിയർ അബ്സ്ട്രാക്ഷൻ. ദെൻ റിക്കർഷൻ മീൻസ് എ ഫംഗ്ഷൻ വിച്ച് ഇസ് കോൾഡ് വിത്തിൻ itself. That is recursion. Next is concurrency. Concurrency means two or more programs executing in parallel. ആ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ അതൊരു സിംഗിൾ പ്രോസസ്സറിലാകാം അല്ലെങ്കിൽ സെപ്പറേറ്റ് പ്രോസസ്സറിലാകാം. Next is non-determinacy. Non-determinacy means there is a lack in the order of execution of a program. അതിന് എക്സാമ്പിളാണ് ആൽഗോൾ 68 എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ ഓർഡറിന് certain there is a lack in the execution order. അത് നമുക്ക് താഴോട്ട് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ നോക്കാം. Then exception handling means if an error is occurred, handler will execute some certain set of instructions. That is exception handling. Then speculation means നമുക്ക് പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് അൺഡു അല്ലെങ്കിൽ റോൾ ബാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഇസ് കോൾഡ് സ്പെക്കുലേഷൻ. നെക്സ്റ്റ് ഇസ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ. എക്സ്പ്രഷൻ മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ്, നമ്പർ ഓർ എ വേരിയബിൾ. കൺസിസ്റ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ്, നമ്പർ ഓർ എ വേരിയബിൾ. അപ്പോൾ ഒരു എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഓപ്പറേറ്ററും ഉണ്ടാവും, ഓപ്പറാൻഡും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന എക്സ്പ്രഷനകത്ത് ഒരു ഓപ്പറാൻഡേ ഉള്ളൂ എങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് യൂണറി ഓപ്പറേറ്റർ. ദെൻ നമ്മൾ എടുക്കുന്ന എക്സ്പ്രഷനകത്ത് രണ്ട് ഓപ്പറാൻഡ്സ് ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് കോൾഡ് ബൈനറി ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റേഴ്സിൻ്റെ ചില സിൻടാക്സ് നോക്കാം. കണ്ടോ, A+B ഇത് ഇൻഫിക്സ് നൊട്ടേഷനാണ്. ദെൻ നെക്സ്റ്റ് -A ദാറ്റ് ഇസ് പ്രിഫിക്സ് നൊട്ടേഷനാണ്. അതായത് യൂണറി ഓപ്പറേറ്ററിന് എക്സാമ്പിളാണ്. ദാറ്റ് ഇസ് മൈനസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്ററിൻ്റെ കൂടെ എ എന്ന് പറഞ്ഞൊരു ഓപ്പറൻറ്റ് മാത്രമേ ഉള്ളൂ. ദെൻ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ ഓൾസോ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ യൂണറി ഓപ്പറേറ്റർ. അതായത് ഐ എന്ന് പറഞ്ഞ ഓപ്പറൻറ്റ് ഉണ്ട്, അതിന് ശേഷമാണ് എന്ത് കിടക്കുന്നത്, ഓപ്പറേറ്റർ കിടക്കുന്നത്. സോ ദാറ്റ് ഇസ് കോൾഡ് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ. അപ്പോൾ ബൈനറി ഓപ്പറേറ്ററിന് എക്സാമ്പിളാണ് ഇൻഫിക്സ് നൊട്ടേഷൻ. ദെൻ പ്രിഫിക്സ് ആൻഡ് പോസ്റ്റ്ഫിക്സ് ആർ എക്സാമ്പിൾസ് ഫോർ യൂണറി ഓപ്പറേറ്റർ. ഇനി അതുപോലെ തന്നെ ഫങ്ഷൻ കോൾ നൊട്ടേഷൻ ഉണ്ട്. ഫങ്ഷൻ കോൾ നൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫങ്ഷനകത്തേക്ക് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നത് ഒരു എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റും. ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ആ ഫംഗ്ഷനകത്തേക്ക് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താകാം, എക്സ്പ്രഷൻ ആകാം. ദാറ്റ് ഇസ് കോൾഡ് ഫങ്ഷൻ കോൾ നൊട്ടേഷൻ. ദ നെക്സ്റ്റ് നൊട്ടേഷൻ ഇസ് കേംബ്രിഡ്ജ് പോളിഷ് നൊട്ടേഷൻ. കേംബ്രിഡ്ജ് പോളിഷ് നൊട്ടേഷൻ നമ്മൾ ലിസ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് അതുള്ളത്. കണ്ടോ, ഇന്നർ ബ്രാക്കറ്റാണ് ഫസ്റ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. +1 3 1ഉം 3 അവിടുത്തെ ആർഗ്യുമെൻറ്റ്സ്. അവിടെ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + 3 ചെയ്യും. ആ കിട്ടുന്ന വാല്യൂവിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, 1 + 3 ചെയ്ത് കിട്ടുന്ന വാല്യൂവിൻ്റെ കൂടെ ആയിരിക്കും 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ദ ആൻസർ വിൽ ബി 8. ദെൻ നെക്സ്റ്റ് ഇസ് മൾട്ടിവേർഡ് ഇൻഫിക്സ്. മൾട്ടിവേർഡ് ഇൻഫിക്സിന് എക്സാമ്പിളാണ് A>B കണ്ടീഷൻ ഓപ്പറേറ്റർ. ദെൻ A, B. A>B കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ
ഏത് എ എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ബിയിലുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇതിനെയാണ് മൾട്ടിവേർഡ് ഇൻഫിക്സ് എന്ന് പറയുക. സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് പ്രിസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി. ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ നോക്കുകയാണ്, എ പ്ലസ് ബി സ്റ്റാർ സി ഡബിൾ സ്റ്റാർ ഡി ഡബിൾ സ്റ്റാർ ഇ ബൈ എഫ്. ഇത് ഫോർട്രാൻ എന്ന് പറഞ്ഞ ലാംഗ്വേജിലുള്ള ഒരു എക്സ്പ്രഷനാണ്. ഈ ഒരു എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ അത് ബ്രാക്കറ്റ്സ് ഇല്ലാത്ത കാരണം നമുക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, ഏത് ഓർഡറിൽ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ആംബിഗിറ്റി അവിടെ ഉണ്ടാവും. ഇപ്പോൾ എ പ്ലസ് ബി ആദ്യം ഇവാലുവേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എ പ്ലസ് ബി ആ പാർട്ട് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇ ബൈ എഫ് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം സി ഡബിൾ സ്റ്റാർ ഡി ഇവാലുവേറ്റ് ചെയ്യുമോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് അവിടെ വരും. അതായത് നമ്മൾ ഏത് ഓർഡറിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യും, അങ്ങനെ ഒരു ആംബിഗിറ്റി, ഒരു കൺഫ്യൂഷൻ അവിടെ ഒക്കർ ചെയ്യും. ഈ ഒരു ഡിസഡ്വാൻറ്റേജ്, ഈ ഒരു ആംബിഗിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സൊല്യൂഷൻസ് ആണുള്ളത്, രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ആണുള്ളത്, രണ്ട് സൊല്യൂഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഓപ്പറേറ്റർ പ്രിസിഡൻസ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഓപ്പറേറ്റർ അസോസിയേറ്റിവിറ്റി. ഓപ്പറേറ്റർ പ്രിസിഡൻസ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹയർ ഓപ്പറേറ്റർ ഇസ് മോർ ടൈറ്റ്ലി ദാൻ ലോവർ പ്രിസിഡൻസ് ഓപ്പറേറ്റർ. അതായത് ഹയർ പ്രിസിഡൻസ് ആയ മൾട്ടിപ്ലിക്കേഷൻ ഇസ് മോർ ടൈറ്റർ ദാൻ ലോവർ പ്രിസിഡൻസ് ഓപ്പറേറ്റർ ലൈക്ക് മൈനസ്. സോ ഹയർ പ്രിസിഡൻസ് ഓപ്പറേറ്റർ, പ്രിസിഡൻസ് ചെക്ക് ചെയ്തിട്ടായിരിക്കും അവിടെ ഇവാലുവേഷൻ നടക്കുക. ഹയർ പ്രിസിഡൻസ് വിൽ ബി ഇവാലുവേറ്റഡ് ഫസ്റ്റ്, അങ്ങനെ ആ ഒരു ഓർഡറിലായിരിക്കും പോവുക. നെക്സ്റ്റ് ഇസ് ഓപ്പറേറ്റർ അസോസിയേറ്റിവിറ്റി. ഓപ്പറേറ്റർ അസോസിയേറ്റിവിറ്റിയിൽ ഡിറ്റർമൈൻസ് ഇവാലുവേഷൻ ഓർഡർ ഓഫ് എ ഓപ്പറേറ്റർ ഓഫ് ദി സെയിം പ്രിസിഡൻസ്. നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട എക്സ്പ്രഷനകത്ത് സെയിം പ്രിസിഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവുമായിരിക്കും. നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട എക്സ്പ്രഷനകത്തുള്ള ഓപ്പറേറ്റേഴ്സ് എല്ലാം സെയിം പ്രിസിഡൻസ് ആണെങ്കിൽ നമ്മൾക്ക് ഒന്നുകിൽ അത് ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് അസോസിയേറ്റിവിറ്റി യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാം. ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി മീൻസ് ഇവാലുവേഷൻ ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതാണ് മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി റൂളാണ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. റൈറ്റ് അസോസിയേറ്റിവിറ്റി മീൻസ് ദ ഓപ്പറേറ്റേഴ്സ് ആർ ഇവാലുവേറ്റഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അതിന് എക്സാമ്പിളാണ് ഫോർട്രാൻ ലാംഗ്വേജ്. ഈ ഡബിൾ സ്റ്റാർ ഡിനോട്ട് ചെയ്യുന്നത് പവറാണ്, എക്സ്പോണൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഡബിൾ സ്റ്റാർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സി സ്റ്റാർ സ്റ്റാർ ഡി, അപ്പോൾ സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഡിയുടെ വാല്യൂ 4 ആണെങ്കിൽ അവിടെ മീൻ ചെയ്യുന്നത് 2⁴ ആണ് ചെയ്യുന്നത് അവിടെ. സോ output will be 16. അപ്പോൾ എക്സ്പ്രഷൻ എ മൈനസ് എഫ് ഓഫ് ബി മൈനസ് സി സ്റ്റാർ ഡി, ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എ മൈനസ് എഫ് ഓഫ് ബി ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ടാണ് സി സ്റ്റാർ ഡി ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം സി സ്റ്റാർ ഡി ആദ്യം ചെയ്തതിന് ശേഷം എ മൈനസ് എഫ് ഓഫ് ബി ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന ആൻസറും തമ്മിൽ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അതും ഒരു പ്രോബ്ലം തന്നെയാണ്. അതുപോലെ ഇവാലുവേഷൻ ഓർഡർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഇൻ സബ് റൂട്ടീൻസ്. ഇപ്പോൾ എ എന്ന് പറയുന്നൊരു ഫംഗ്ഷനകത്ത് എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനും എഫ് എന്ന് പറയുന്നൊരു ആർഗ്യുമെൻറ്റും ജി എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റും ഉണ്ട്. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനുമാണ് ഈ എ എന്ന് പറഞ്ഞ സബ് റൂട്ടീനകത്തുള്ള ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ്സ് എങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും എന്നോ, ഈ ഫംഗ്ഷനകത്ത് ഇരിക്കുന്ന ആർഗ്യുമെൻറ്റ്സ് അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇവാലുവേഷൻ ഓർഡർ എങ്ങനെയാണ്. അപ്പോൾ പ്രിസിഡൻസും അസോസിയേറ്റിവിറ്റി റൂളും ഡിഫൈൻ ചെയ്യുന്നത് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. ഓപ്പറേറ്റേഴ്സ് പ്രിസിഡൻസ് ആൻഡ് അസോസിയേറ്റിവ് റൂൾ ഡിഫൈൻസ് ഓപ്പറേറ്റേഴ്സ് ഓൺലി. നമുക്ക് ഓപ്പറാൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ് പ്രിസിഡൻസ് അസോസിയേറ്റിവിറ്റിയും പറയുന്നത്. ഓപ്പറാൻഡ് ഇവാലുവേഷൻ ഓൾസോ നമുക്ക് എന്ത് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് കേസ് സൈഡ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് മുകളിൽ ഇൻറ്റ് x = 10.
അപ്പോൾ എ എന്ന് പറഞ്ഞ സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴും എക്സിൻ്റെ വാല്യൂ 10 തന്നെ ആണെങ്കിൽ അവിടെ സൈഡ് എഫക്റ്റ് ഇല്ല. ഇനി എ എന്ന് പറഞ്ഞ സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എക്സിൻ്റെ വാല്യൂവിന് ചേഞ്ച് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സൈഡ് എഫക്റ്റ്. സോ സൈഡ് എഫക്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓപ്പറൻറ്റ് ഇവാലുവേഷൻ. അതിന് എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എ മൈനസ് എഫ് ഓഫ് ബി ചെയ്തതിന് ശേഷമാണ് നമ്മൾ സി സ്റ്റാർ ഡി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം സി സ്റ്റാർ ഡി ആദ്യം കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം എ മൈനസ് എഫ് ഓഫ് ബി ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവും ഡിഫറെൻ്റ് ആണ്. അതാണ് സൈഡ് എഫക്റ്റിൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് ഓപ്പറൻറ്റ് ഇവാലുവേഷൻ ഓർഡറിൽ കൺസിഡർ ചെയ്യുന്ന സെക്കൻഡ് ഫാക്ടറാണ് കോഡ് ഇംപ്രൂവ്മെൻറ്റ്. കോഡ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമ്പിളാണ് നോക്കുക. എ ഈക്വൽ ടു ബി ഓഫ് ഐ ആൻഡ് സി ഈക്വൽ ടു 2 സ്റ്റാർ എ പ്ലസ് 3 സ്റ്റാർ ഡി. ഇവിടെ നമ്മൾ 3 സ്റ്റാർ ഡി ആണ് ആദ്യം കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ 2 സ്റ്റാർ എ ആദ്യം കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ ഇവിടെ ബി ഓഫ് ഐയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കണം. അതായത് ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്ന് എടുക്കാനായിട്ട് കുറച്ച് കൂടുതൽ ടൈം എടുക്കും. സോ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 3 സ്റ്റാർ ഡി ആണ് ആദ്യമേ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോർ കോഡ് ഇംപ്രൂവ്മെൻറ്റ്. കമ്പൈലേഷൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് എ ഇസ് ഇക്വൽ ടു ബി പ്ലസ് സി, ഡി ഇസ് ഇക്വൽ ടു സി പ്ലസ് ഇ പ്ലസ് ബി. അപ്പോൾ ഈ ബി പ്ലസ് സിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് എങ്ങനെ എഴുതാം? ഡി ഇസ് ഇക്വൽ ടു ബി പ്ലസ് സി ഇസ് അസൈൻഡ് ടു എ, അപ്പോൾ എ പ്ലസ് ഇ നമുക്ക് എഴുതാം. അതായത് ഇവിടെ കോമൺ ആയിട്ട് വരുന്ന സബ് എക്സ്പ്രഷൻ ഇവിടുത്തെ ബി പ്ലസ് സി ഇസ് അസൈൻഡ് ടു എ. അപ്പോൾ ഇവിടെയും ബി പ്ലസ് സി ഉണ്ട്. ആ ബി പ്ലസ് സിനെ നമുക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? എ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അതാണ് കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ. ഇതും കമ്പൈലറിൻ്റെ എഫിഷ്യൻസി കൂട്ടും ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. ഡി ഇസ് ഇക്വൽ ടു എ പ്ലസ് ബി. കണ്ടോ? നെക്സ്റ്റ് ഇസ് രജിസ്റ്റർ അലോക്കേഷൻ. രജിസ്റ്റർ അലോക്കേഷൻ എ സ്റ്റാർ ബി പ്ലസ് എഫ് ഓഫ് സി പ്ലസ് എഫ് ഓഫ് സി. ഇവിടെ നോക്കിക്കേ, എ സ്റ്റാർ ബി പ്ലസ് എഫ് ഓഫ് സി എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഉണ്ട്. ഇവിടെ ഇതിനകത്ത് ഏത് ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് രജിസ്റ്റേഴ്സ് വേണം അല്ലേ? ഇവിടെ നോക്കിക്കേ, എഫ് ഓഫ് സി എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. അപ്പോൾ എഫ് ഓഫ് സി എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് ചിലപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണും. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് രജിസ്റ്റേഴ്സ് വേണ്ടി വരും അല്ലേ? ആ ഒരുപാട് രജിസ്റ്റേഴ്സിനകത്ത് ഇവാലുവേഷൻസ് എല്ലാം കഴിഞ്ഞ് ഫൈനലി ഒരു സിംഗിൾ രജിസ്റ്ററിനകത്തായിരിക്കും ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ആ സമയത്ത് ഇവിടെ എ സ്റ്റാർ ബി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ആദ്യമേ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ രജിസ്റ്ററിൽ അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യും. ആ രജിസ്റ്റർ പിന്നെ നമുക്ക് വേറെ പർപ്പസിന് യൂസ് ചെയ്യാനായിട്ട്, എഫ് ഓഫ് സിയുടെ ഇവാലുവേഷൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഈ രജിസ്റ്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഇവിടെ നമ്മൾ ആദ്യമേ പെർഫോം ചെയ്യുന്നത് എഫ് ഓഫ് സി, ഈ ഫംഗ്ഷൻ ആയിരിക്കും ആദ്യമേ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതാണ് രജിസ്റ്റർ അലോക്കേഷൻ. രജിസ്റ്റർ അലോക്കേഷൻ പ്രത്യേകത എന്താ? വി ക്യാൻ ഡിക്രീസ് ദ നമ്പർ ഓഫ് പ്രോസസർ രജിസ്റ്റേഴ്സ് യൂസ് ഫോർ ടെമ്പററി വാല്യൂസ്. നെക്സ്റ്റ് ഇസ് എക്സ്പ്രഷൻ റീഓർഡറിങ് പ്രോബ്ലംസ്. നമ്മളൊരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ റീഓർഡറിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഇവിടെ നോക്കുക, ബി മൈനസ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഉണ്ട്. അതിൽ ബിയും സിയും ഡിയും ഹോൾഡ് ചെയ്യുന്നത് പോസിറ്റീവ്, ലാർജ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. അത് നമ്മൾ ഈ ബി മൈനസ് സി പ്ലസ് ഡി എന്ന് എഴുതിയിരിക്കുന്ന ഈ ഓർഡറിനെ ബി പ്ലസ് ഡി മൈനസ് സി എന്ന് റീഓർഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ ചെയ്യും? അരിത്തമെറ്റിക് ഓവർഫ്ലോ ഒക്കെ ചെയ്യും. അതുപോലെ ബി മൈനസ് സി പ്ലസ് ഡി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബി മൈനസ് സി ആദ്യമേ ചെയ്ത് പിന്നെയാണ് നമ്മൾ ഡി പ്ലസ് ഡി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പം കിട്ടുന്ന വാല്യൂ ബി പ്ലസ് ഡി ആദ്യം ചെയ്തിട്ട് പിന്നെ മൈനസ് സി ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ വിൽ ബി ഡിഫറെൻറ്റ്. അതും ഒരു എക്സ്പ്രഷൻ റീഓർഡറിങ്ങിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ്. അതുപോലെ ഈ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കുള്ള സൊല്യൂഷൻ എന്താണ്? യൂസിങ് ബ്രാക്കറ്റ്സ്. നമ്മളൊരു എക്സ്പ്രഷനകത്ത് ആദ്യമേ തന്നെ പാരന്തീസിസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പാരന്തീസിസിൻ്റെ ഇത് നോക്കിയിട്ടായിരിക്കും ഇവാലുവേഷൻ അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ജാവ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ എക്സ്പ്രഷൻ ഇവാലുവേഷൻ ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ഓവർഫ്ലോ ഈസ് ഓൾവേസ് ഡിറ്റക്റ്റഡ്. പാസ്കൽ ലാംഗ്വേജിലും എക്സ്പ്രഷൻ ഇവാലുവേഷൻ അൺസ്പെസിഫൈഡ് ആണ്, ഇവാലുവേഷൻ ഓർഡർ അൺസ്പെസിഫൈഡ് ആണ്, പക്ഷെ അവിടെ ഓവർഫ്ലോ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. സി ആൻഡ് സി പ്ലസ് പ്ലസ് ലാംഗ്വേജിലും എക്സ്പ്രഷൻ ഇവാലുവേഷൻ അൺസ്പെസിഫൈഡ് ആണ്, ഓവർഫ്ലോ ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അസൈൻമെൻറ്റ്സ്.
നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ട് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിന് എന്തുണ്ട്, സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇപ്പോൾ എക്സ് ഇസ് ഇക്വൽ ടു 5 ഇൻറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 5 ഒരു സബ് റൂട്ടീൻ കോൾ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് എക്സിക്യൂഷൻ കഴിയുമ്പോഴത്തേക്ക് എക്സിൻ്റെ വാല്യൂ 5 തന്നെയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ സൈഡ് എഫക്റ്റ്. എക്സിൻ്റെ വാല്യൂവിൽ എന്തെങ്കിലും ചേഞ്ച് വന്നത് 10 വല്ല ആവുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് സൈഡ് എഫക്റ്റ്. സോ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിന് എന്തുണ്ട്, സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇമ്പറേറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കമ്പ്യൂട്ടേഷൻ ബൈ മീൻസ് ഓഫ് സൈഡ് എഫക്റ്റ് ആണ്. ഇമ്പറേറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ അവിടെ സൈഡ് എഫക്റ്റ് ഉണ്ട്. ഫങ്ഷണൽ ലാംഗ്വേജ് ആണ്. ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്തില്ല, സൈഡ് എഫക്ട്സ് ഇല്ല. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണ്. എ ഈക്വൽ ടു ബി. എ ഈക്വൽ ടു ബിയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട് റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട് അല്ലേ. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് എ, അതായത് ബിയിലുള്ള വാല്യൂ എയിലോട്ട് അസൈൻ ചെയ്യുവാണ്. അപ്പോൾ എ ആണ് ഇവിടുത്തെ ലൊക്കേഷൻ, മെമ്മറി ലൊക്കേഷൻ ആണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതാണ് ബി. ബിയിൽ ഓൾവേസ് അവിടെ ഒരു വാല്യൂ ആയിരിക്കും, ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ആർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓൾവേസ് വാല്യൂ ആയിരിക്കും. അപ്പോൾ എ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അഥവാ എൽ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് എ മെമ്മറി ലൊക്കേഷൻ. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഓൾവേസ് ആർ വാല്യൂ എന്ന് പറയുന്നത് ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, കണ്ടോ, ഡി ഈക്വൽ ടു എ. ഇതിനകത്ത് എ എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. സോ വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് റൈറ്റ് ഹാൻഡ് സൈഡ് ആയിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡ് ആയിരിക്കും. അതെന്ന് പറയുന്ന ഒരു വേരിയബിൾ ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇറ്റ് റെഫേഴ്സ് ടു എ വേരിയബിൾസ് വാല്യൂ. വേരിയബിളിൻ്റെ വാല്യൂ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. കണ്ടോ, എ ഈക്വൽ ടു ബി പ്ലസ് സി. ഇവിടെ എ എന്ന് പറയുന്നത് ബി പ്ലസ് സി ചെയ്ത് കമ്പ്യൂട്ട് ചെയ്ത് കിട്ടിയ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ് ഇവിടെ എ. സോ എ എന്ന് പറയുന്നത് എന്താണ്, ഒരു റെഫർ ചെയ്യുന്ന ഒരു മെമ്മറി ലൊക്കേഷനെയാണ് അഥവാ എൽ വാല്യൂ. കണ്ടോ, വാല്യൂ മോഡൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജസ് ആണ് അഡ, പാസ്കൽ, സി, സി പ്ലസ് പ്ലസ്. റെഫറൻസ് മോഡൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജസ് ആണ് ക്ലൂ ലാംഗ്വേജ്. ജാവ ലാംഗ്വേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിൽട്ട് ഇൻ ടൈപ്സ് എല്ലാം വാല്യൂ മോഡലും ക്ലാസ്സസ് എല്ലാം എന്താണ്, റെഫറൻസ് മോഡലാണ്. അപ്പോൾ ജാവയിൽ റെഫറൻസ് മോഡൽ ക്ലാസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന റെഫറൻസ് മോഡലിനെയും ബിൽട്ട് ഇൻ ടൈപ്സ് വാല്യൂ മോഡലും വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് കോമ്പിനേഷൻ ഓഫ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. കോമ്പിനേഷൻ ഓഫ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൽ കണ്ടോ, എ ഈക്വൽ ടു എ പ്ലസ് ബി. ഇവിടെ നമുക്ക് ഈ എക്ക് വേണ്ടിയിട്ട് നമ്മൾ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഈ എക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതായത് അഡ്രസ്സ് 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ ഒരു റിപ്പീറ്റഡ് അഡ്രസ് കാൽക്കുലേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം ആ സ്റ്റേറ്റ്മെൻറ്റിനെ, എ പ്ലസ് ഈക്വൽ ടു ബി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ റിപ്പീറ്റഡ് അഡ്രസ് കാൽക്കുലേഷനെയും അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ഇസ് മൾട്ടിവേ അസൈൻമെൻറ്റ്. മൾട്ടിവേ അസൈൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, എ കോമ ബി ഈക്വൽ ടു സി കോമ ഡി. ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ സിയിലുള്ള വാല്യൂവിനെ വി ആർ അസൈനിങ് ഇറ്റ് ടു ദ വേരിയബിൾ എ ആൻഡ് ഡിയിലുള്ള വാല്യൂവിനെ വി ആർ അസൈനിങ് ഇറ്റ് ടു ദ വേരിയബിൾ ബി. അപ്പോൾ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അവിടെ 2 അസൈൻമെൻറ്റ്സ് സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇസ് എ കോമ ബി ഈക്വൽ ടു 1. കണ്ടോ, എക്കും ബിക്കും ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ 1 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് എ കോമ ബി ഈക്വൽ ടു ബി കോമ എ. ഇത് യൂസ് ചെയ്യുന്നത് സ്വാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ബിയിലുള്ള വാല്യൂ നേരെ എയിലോട്ടും പോകും, എയിലുള്ള വാല്യൂ നേരെ ബിയിലോട്ടും പോകും. അപ്പോൾ അവിടെ സ്വാപ്പ് ചെയ്ത ഔട്ട്പുട്ട് ആയിരിക്കും അവിടെ കിട്ടുക. നെക്സ്റ്റ് ഇസ് ഇനിഷ്യലൈസേഷൻ. നമ്മൾ പ്രോഗ്രാമിൽ അൺഇനിഷ്യലൈസ്ഡ് വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് ഒരിക്കലും ആ വേരിയബിളിന് ഒരു വാല്യൂ ഒരിക്കൽ പോലും അസൈൻ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് മെനി പ്രോബ്ലംസ്. യൂഷ്വലി കമ്പൈലേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യും അങ്ങനെയുള്ള അൺഇനിഷ്യലൈസ്ഡ് വേരിയബിൾ, ഡെഡ് വേരിയബിൾസിനെ ഡിറ്റക്റ്റ് ചെയ്യും. ചില കേസിൽ ഡിറ്റക്റ്റ് ചെയ്യാതെ പോകാറുമുണ്ട്. സോ ഓൾവേസ് പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇനിഷ്യലൈസ്ഡ് വേരിയബിൾസ് ആയിരിക്കും എപ്പോഴും പ്രോഗ്രാമിങ്ങിന് നല്ലത്. സോ കോമ്പിനേഷൻ ഓഫ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൽ എ പ്ലസ് ബി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എയുടെ അഡ്രസ്സ് ഒരു തവണ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ എയിലോട്ട് വീണ്ടും അസൈൻ ചെയ്യുമ്പോൾ വീണ്ടും എക്ക് വേണ്ടിയിട്ട് അഡ്രസ്സ്
റീകാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എ പ്ലസ് ബി ഈക്വൽ ടു ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ അഡ്രസ്സ് എക്ക് വേണ്ടിയിട്ടുള്ള അഡ്രസ്സ് ഒരു തവണ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ദാറ്റ് ഇസ് അഡ്വാൻറ്റേജ്. സോ വേരിയബിൾ ഇനിഷ്യലൈസേഷനിൽ അൺഇനിഷ്യലൈസ്ഡ് വേരിയബിൾസ് വിൽ കോസ് പ്രോബ്ലംസ് അല്ലേ. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ ജാവയിലൊക്കെ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ടർ വിൽ ഡു ഓട്ടോമാറ്റിക് ഇനിഷ്യലൈസേഷൻ. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കേംബ്രിഡ്ജ് പോളിഷ് നൊട്ടേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പ്രിഫിക്സ് നൊട്ടേഷൻ. കണ്ടോ, ഓപ്പറേറ്റേഴ്സ് പ്രിഫിക്സ് ആണ്, അതിനുശേഷമാണ് 1, 3, 2 വാല്യൂസ് ആർഗ്യുമെന്റ്സ് വന്നിരിക്കുന്നത്. So Cambridge Polish notation is an example for prefix notation. Next is orthogonality. Orthogonality means features that can be used in combination. അതായത് ഡിഫറെൻറ്റ് കൺസ്ട്രക്ട്സ് എടുത്തിട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് പുതിയൊരു കൺസ്ട്രക്റ്റ് ഫോം ചെയ്യുന്നു. ദറ്റ് ഇസ് കോൾഡ് ഓർത്തോഗണാലിറ്റി. ഓർത്തോഗണാലിറ്റി ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ആൽഗോൾ 68. ആൽഗോൾ 68 പ്രോഗ്രാമിൽ ഏതൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്താലും അതിനെ ഒരു എക്സ്പ്രഷനായിട്ടേ എടുക്കത്തുള്ളൂ. എവറിത്തിങ് ഇസ് ട്രീറ്റഡ് ആസ് ആൻ എക്സ്പ്രഷൻ. അവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രത്യേകത ഇല്ല, ഒരു സെപ്പറേറ്റ് നോഷൻ ഇല്ല. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്താ, വിൽ റിട്ടേൺ എ വാല്യൂ. സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ പെർഫോംസ് ആൻ ആക്ഷൻ. അപ്പോൾ ഒരു ഓർത്തോഗണൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എക്സ്പ്രഷൻസും സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന ഡിഫറെൻറ്റ് കൺസ്ട്രക്ട്സും കൂടെ ചേർത്തിട്ട് കൺസ്ട്രക്ട്സ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു പുതിയ ഫീച്ചറാണ്. അപ്പോൾ എക്സ്പ്രഷൻസിനെയും സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റ് ആണ്. പക്ഷെ അതിനെല്ലാം എൻറ്റയർലി നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനായിട്ട് തന്നെയാണ്. എക്സാമ്പിൾ നോക്കാം. ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി ദെൻ ഡി എൽസ് സി. അതിനുശേഷം എ ഈക്വൽ ടു ബിഗിൻ എഫ് ഓഫ് ബി ഒരു പ്രൊസീജിയർ കോൾ ചെയ്തു. ദെൻ അഗെയിൻ കോൾസ് അനദർ പ്രൊസീജിയർ ജി ഓഫ് സി. അത് കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഈസ് അസൈൻ ടു എ. ദെൻ അഗെയിൻ കോൾസ് അനദർ പ്രൊസീജിയർ ജി ഓഫ് ഡി. ദെൻ 2 plus 3, so the final output will be 5. Next is short circuit evaluation. Short circuit evaluation means computations are skipped. Example നോക്കുകയാണെങ്കിൽ a greater than b and b less than c. So ഇത് നമ്മൾ ഇഫിനകത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ if a greater than b true ആവുകയാണെങ്കിൽ we will skip this part. അതുപോലെ ഇവിടെ if ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആവുകയാണെങ്കിൽ വി വിൽ സ്കിപ്പ് ദിസ് പാർട്ട്. ദിസ് ഇസ് കോൾഡ് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ. അപ്പോൾ കമ്പൈലർ ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ ചൂസ് ചെയ്യുന്ന എപ്പോഴാണ്, നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് പാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് പാർട്ട് സ്കിപ്പ് ചെയ്യാം. അപ്പോഴാണ് കമ്പൈലർ എന്ത് യൂസ് ചെയ്യുന്നത്, ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ ടെക്നിക്ക് യൂസ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഔട്ട് ഓഫ് ബൗണ്ട് സബ്സ്ക്രിപ്റ്റ് പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ബൈ സീറോ എറർ പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഔട്ട് ഓഫ് ബൗണ്ട് സബ്സ്ക്രിപ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോൾ എറേ ഓഫ് 1 to 10 വരെ ഉള്ളൂ. നമ്മൾ 11th പൊസിഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അറേ സൈസിൽ നിന്നും ഔട്ട് ഓഫ് ബൗണ്ട് സബ്സ്ക്രിപ്റ്റ് ആണ്. സോ ആ പ്രോബ്ലം അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിവൈഡ് ബൈ സീറോ എറർ അത് അവോയ്ഡ് ചെയ്യാനായിട്ടും വി ക്യാൻ യൂസ് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ മെത്തേഡ്. ഇനി നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാലോ, ആൻഡ്, ഓർ, നോട്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ബൂളിയൻ എക്സ്പ്രഷൻസിൽ സൈഡ് എഫക്ട്സ് വരുവാണെന്നുണ്ടെങ്കിൽ, സൈഡ് എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ബൂളിയൻ എക്സ്പ്രഷൻസിൽ സൈഡ് എഫക്ട്സിൻ്റെ പ്രോബ്ലം വരുവാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് ഗോ ഫോർ ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ.